ഹലോ ഡിയർ ജെഇ ആസ്പിറൻസ്, വെൽക്കം ബാക്ക് ടു എജു പോഡ്. സോ ഇനിയും നമ്മുടെ ജെഇ മെയിൻസിൻ്റെയൊക്കെ ഒരു വിരൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. സോ ഈ ഒരു സമയത്ത് ടോപ്പേഴ്സ് എന്തൊക്കെയാണ് ചെയ്യാറുള്ളതെന്നും അതോടൊപ്പം തന്നെ എന്തൊക്കെയാണ് കോമൺ ആയിട്ട് വരുത്തുന്ന മിസ്റ്റേക്സ് എന്നുള്ളതുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ ടോപ്പേഴ്സ് മെയിൻലി ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നാണ് അവോയ്ഡിങ് ന്യൂ ബുക്സ്. ഈ സമയത്ത് പുതുതായിട്ടൊരു ബുക്ക് എടുത്ത് നമ്മുടെ ഫ്രണ്ട് പറഞ്ഞു ഈ ബുക്കിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ജെഇ മെയിൻസിന് വരിക എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് നമ്മൾ ആ ബുക്സും കൂടെ എടുത്ത് പഠിക്കാൻ നോക്കുക എന്നുള്ളത് കംപ്ലീറ്റ്ലി എ ബ്ലണ്ടറാണ് ആക്ച്വലി. കാരണം ഇതുവരെ നമ്മൾ ചെയ്ത ഒരുപാട് ബുക്സും സാധനങ്ങളും ഉണ്ടാകും, അതൊരു സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മുടെ മൈൻഡിൽ ഒന്ന് റിവൈസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാതെ നമ്മളൊരു പുതിയ ബുക്കിലേക്ക് ഇനിയുള്ള വളരെ ചുരുങ്ങിയ ദിവസത്തിലേക്ക് പോകാന്ന് പറഞ്ഞാൽ ആക്ച്വലി എ ബ്ലണ്ടർ. ആൻഡ് രണ്ടാമത്തെ സാധനമാണ് റിവിഷനിലേക്ക് വരുമ്പോൾ പലരും പല രീതിക്കാണ് റിവൈസ് ചെയ്യേണ്ടത്. അതായത് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടുത്തെ റീകോൾ അല്ല ചെയ്യേണ്ടത്. ആക്ച്വലി അവർ ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. അവരുടെ കയ്യിലുള്ള ഷോർട്ട് നോട്ട്സോ അല്ലെങ്കിൽ എന്താണ് അവരുടെ ക്വിക്ക് റിവിഷൻ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യാറുള്ളത് എന്നുള്ള ആ സാധനം എടുത്തിട്ട് ഒന്നുകൂടെ റീഡ് ചെയ്തിട്ട് അതിനുശേഷം റീകോൾ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് കിട്ടാത്ത സാധനങ്ങൾ അല്ലെങ്കിൽ ഏതാണ് നമ്മുടെ ഒരു വീക്ക് ഏരിയ അല്ലെങ്കിൽ ഏതാണ് നമുക്കൊരു പ്രശ്നം നമ്മൾ ഫീൽ ചെയ്യുന്നത് അവിടെ എടുത്ത് നമ്മൾ ഒന്നുകൂടെ സ്ട്രെസ് ചെയ്ത് വീണ്ടും റിവൈസ് ചെയ്തിട്ട് ആ ചാപ്റ്റർ എൻറ്റയർലി സെറ്റാക്കിയിട്ട് മുമ്പോട്ട് പോവാം. അല്ലാതെ നമ്മൾ ഫസ്റ്റ് തന്നെ റീകോൾ ചെയ്യാന്ന് വെച്ചാൽ ഈസ് ആക്ച്വലി എ ഗുഡ് തിങ്. ബട്ട് നമ്മുടെ ഇമോഷണൽ സാധനങ്ങൾ നമ്മൾ എത്രത്തോളം തളർത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ ഒരു ഫസ്റ്റ് റീകോൾ ചെയ്യുമ്പോൾ പലതും നമുക്ക് കിട്ടാതാവും. അപ്പോൾ നമ്മൾ വളരെ പാനിക്കായിട്ടുള്ള ആ ഒരു മോഡിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഫസ്റ്റ് റീഡിങ് ദെൻ റീകോളിങ് എന്നുള്ള ടെക്നിക്കിലേക്ക് പോകണം. പിന്നെ മൂന്നാമത്തെ സാധനമാണ്, ഇത്രയും കാലമായിട്ട് നമ്മൾ ഒരുപാട് മോക്ക് ടെസ്റ്റും സാധനങ്ങളും ടെക്സ്റ്റ് പേപ്പേഴ്സും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഒരുപാട് മിസ്റ്റേക്സും വരുത്തിയിട്ടുണ്ടാവും. ആ മിസ്റ്റേക്സുകൾ അനലൈസ് ചെയ്യുക. ഏത് കാറ്റഗറി ഓഫ് മിസ്റ്റേക്ക് ആണ് ഇത്? സില്ലി മിസ്റ്റേക്ക് ആണോ അല്ലെങ്കിൽ കോൺസെപ്ഷ്യൽ ക്ലാരിറ്റി ഇല്ലാത്തത് കാരണം ഉള്ള മിസ്റ്റേക്ക് ആണോ? ആ കോൺസെപ്റ്റ് എനിക്ക് ഇപ്പോൾ ക്ലിയർ ആണോ? അല്ലെങ്കിൽ അപ്ലിക്കേഷനിൽ തെറ്റിയതാണോ? അല്ലെങ്കിൽ കാൽക്കുലേഷൻ എറർ ആണോ? കാൽക്കുലേഷൻ എറർ ആണെങ്കിൽ ആ കാൽക്കുലേഷൻ വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. അതായത് ഇപ്പോൾ നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ടടുത്ത് ചിലപ്പോൾ ഡിഫറൻസിയേഷൻ ചെയ്ത് പോയിട്ടുണ്ടാവും. ഇപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് എക്സ് ക്യൂബ് എന്ന് പറയുന്നത് നമ്മൾ 2x സ്ക്വയർ എന്നിട്ടുണ്ടാവും. അപ്പോൾ ആ രീതിക്കൊക്കെ വരുത്തുന്ന മിസ്റ്റേക്കുകൾ നമ്മൾ മൈൻഡിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഷാഫി, ഞാനിപ്പോൾ എൻ്റെ അടുത്ത് പറയാണ്ടായിരുന്നു നീ അത് ശ്രദ്ധിക്കണം എന്നുള്ളത് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്നാൽ നമുക്ക് ആ ഒരു എറർ നമുക്ക് കുറക്കാൻ പറ്റും. പിന്നെ കോമൺ ആയിട്ട് വരുത്തുന്ന മിസ്റ്റേക്കുകളിലേക്ക് വരികയാണെങ്കിൽ ട്രൈ ടു ഫിനിഷ് ന്യൂ ചാപ്റ്റർ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇതുവരെ നമ്മൾ അവോയ്ഡ് ചെയ്ത ഒരു ചാപ്റ്റർ നമ്മളിപ്പോൾ കിടന്ന് പുതുതായിട്ടൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എനിക്കിതിലൊന്നും അറിയില്ല, മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോകുന്ന ഒരു അവസ്ഥയിലാണ് ഉണ്ടാവുക. അപ്പോൾ അത് ചെയ്യാതിരിക്കുക. നമ്മളിപ്പോൾ എത്രത്തോളം പാഠം നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ടോ അത്രയും പാഠങ്ങൾ തന്നെ മതി എന്നുള്ള രീതിക്ക് ജെഇ ഒരിക്കലും ഒരു ഹൈ സ്കോറിംഗ് എക്സാം ഇല്ല. 300-ൽ 300 അടിച്ചാൽ മാത്രമല്ല NIT കാലിക്കറ്റിൽ നമുക്ക് കയറാൻ പറ്റുക. NIT കാലിക്കറ്റിൽ നമുക്ക് 150, അതായത് പകുതി മാർക്ക് അടിച്ചാൽ പോലും നമുക്ക് NIT കാലിക്കറ്റിൽ ഒരു സീറ്റ് ഷുവറാണ്. സോ പിന്നെ കോംപ്രമൈസിങ് യുവർ സ്ലീപ്പ്. ഇനിയുള്ള വിരലെണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ. ഞാനിനി അങ്ങോട്ട് ഉറങ്ങുന്നില്ല എന്നൊരു തീരുമാനം എടുത്താൽ നിങ്ങൾ എന്താ അവരടുത്ത് പറയാം? ആക്ച്വലി അവനൊരു പൊട്ടനാണെന്ന് പറയും. സോ നിങ്ങൾ കോംപ്രമൈസിങ് സ്ലീപ്പ്, നിങ്ങൾ എത്രത്തോളം ഇത്രയും ദിവസങ്ങളിൽ ഉറങ്ങിയിട്ടുണ്ടോ, അത് 5.5 ഹവർ ആവാം, 6 ഹവർ ആവാം, 8 ഹവർ ആവാം, എത്രത്തോളം ഉറങ്ങിയിട്ടുണ്ടോ അത്ര തന്നെ അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ കമ്പാരിസൺ. ഇനി ആരുമായിട്ടും കമ്പയർ ചെയ്തിട്ടൊരു കാര്യമില്ല. കാരണം ഇനിയുള്ള 7 ദിവസങ്ങളിൽ അവൻ എന്നേക്കാൾ കൂടുതൽ സ്കോർ ചെയ്യുമോ അല്ലെങ്കിൽ ഇവൻ എന്നേക്കാൾ കൂടുതൽ സ്കോർ ചെയ്യുമോ എന്ന് ആലോചിച്ചുകൊണ്ട് കാര്യമില്ല. കാരണം IIT മദ്രാസിലാണെങ്കിലും NIT കാലിക്കറ്റിലാണെങ്കിലും 2 സീറ്റല്ല ഉള്ളത്, അവിടെ 1000 കണക്കിന് സീറ്റുകളുണ്ട്. സോ നമുക്ക് നമ്മുടെ ഫ്രണ്ടിന് ചിലപ്പോൾ കിട്ടും, നമുക്കും കിട്ടും. സോ ആ ഒരു മൈൻഡിൽ നമ്മൾ നിൽക്കുക. പിന്നെ ഓവർ തിങ്കിങ്. അയ്യോ എനിക്കിനി കിട്ടുമോ, അല്ലെങ്കിൽ ഇതിനിപ്പോൾ ക്രാക്ക് ചെയ്യാതായിപ്പോൾ ആ നാട്ടുകാർ അങ്ങനെ പലരും എന്താ പറയാന്നുള്ളതൊക്കെ ചിന്ത. അതിനെക്കുറിച്ചൊന്നും നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അതിന് എടുക്കേണ്ട എഫേർട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്, അതിന് ചെയ്യേണ്ട ഒരുപാട് ക്വസ്റ്റ്യൻസും സാധനങ്ങളും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാക്കിയുള്ളവരെ കുറിച്ച് ചിന്താകുലനായിട്ടൊരു കാര്യമില്ല. സോ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ വൃത്തിക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു മൈൻഡ് സെറ്റിലിരിക്കുക. മാക്സിമം ഇനിയും എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിക്കുക. അല്ലാതെ ഓവർ തിങ്ക് ചെയ്തതിനെ കൊണ്ട് നമുക്കത് ആക്ച്വലി ഒരു ലോസ് ഓഫ് ടൈം അല്ലേ ആക്ച്വലി അവിടെ സംഭവിക്കുന്നത്. പിന്നെ ആലോചിക്കേണ്ട കാര്യം, ഓൾവേസ് റിമെമ്പർ ടഫസ്റ്റ് സിറ്റുവേഷൻ മേക്ക് എ ഹ്യൂമൻ പെർഫെക്റ്റ്. എത്രത്തോളം സ്ഥിതിഗതികൾ ടഫാവുന്നോ അത്രത്തോളം നമ്മൾ കോമ്പിറ്റൻ്റായി മാറും. സോ അടിപൊളിയായിട്ട് പഠിച്ച് മുമ്പോട്ട് തന്നെ പോവുക. ഓൾ ദ ബെസ്റ്റ് ഡിയേഴ്സ്.